ഒറ്റ കാര്യമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ നിന്റെ ലൈസൻസ് ഇല്ലാത്ത നാവൊന്ന് അടക്കി വെച്ചാൽ തന്നെ നിനക്ക് പുണ്യം കിട്ടും. എന്റെ മോൻ ഇന്നലെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് നിനക്കറിയില്ല, എനിക്കറിയാവത്. ഒരു പക്ഷേ എനിക്ക് മാത്രമേ അതറിയാവൂ. രാവിലെ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നു, ഓരോരോ അവതാരങ്ങള്. സർ ചായ. മേഡം സർ. ഗുഡ് മോർണിംഗ് സർ. ഉണ്ട് സർ, വരാം സർ. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്തുണ്ട്. ശരി സർ, ദയത്തി. ഗുഡ് മോർണിംഗ് സർ. ഒരു ദിവസം 2 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറയണമെന്നില്ല. എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ നജീബിനോട് ചോദിക്കാനുണ്ട്. ഓഫീസിൽ കയറാൻ സമയമില്ല, അതാ നജീബൻ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചത്. സർ, ഇന്നലെ ശ്രീലക്ഷ്മി തലചുറ്റി വീണത് റെക്കോർഡ് റൂമിലായിരുന്നു. അവിടുന്ന് നേരെ ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അതെ സർ, സാർ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, പക്ഷേ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയ ചിലത് ചോദിക്കാനുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി തലചുറ്റി വീഴുമ്പോൾ റെക്കോർഡ് റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? മൂർത്തി സാറോ മറ്റോ? അതെ സർ, അവിടെ രാമൂർത്തി സാർ ഉണ്ടായിരുന്നു. ആ മുറിയിലല്ല, പുറത്ത്. സാറ് ശ്രീലക്ഷ്മി മേഡത്തോട് പഴയ ചില ഫയലുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും മേഡം പുറത്തു വന്നില്ല. അപ്പം നോക്കാൻ ചെന്ന മൂർത്തി സാറാ മേഡം ബോധം കിട്ടി കിടക്കുന്ന കണ്ടത്. താഴെ ഒരു പഴയ രജിസ്റ്റർ വീണ് കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞിരുന്നു. പഴയ രജിസ്റ്ററോ? അതാരും പറഞ്ഞില്ലല്ലോ. അതെ സർ, ഒരു പഴയ രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഓ, ഐ സീ. നജീബ്, ആ രജിസ്റ്റർ എടുത്തോണ്ട് വരൂ, ഞാനൊന്ന് കട്ടെ. ഓക്കെ സർ. നജീബ്. ആ സർ. ഞാൻ ഓഫീസിൽ വന്ന കാര്യം വേറെ ആരോടും പറയണ്ട. രജിസ്റ്റർ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ശരി സർ. സർ. ആ, രാജനന്ദിനി സാരീസ് സ്റ്റോക്ക് രജിസ്റ്റർ. നജീബ്, താങ്ക് യു നജീബ്. ഓക്കെ സർ. ശരി.
ഇതിൽ നിന്നൊരു പേജാരോ കയറിയിരിക്കുന്നല്ലോ. ഇനി ശ്രീലക്ഷ്മി ആയിരിക്കും. ബോധം കെട്ട് ട്രീറ്റ്മെന്റിൽ കിടക്കുമ്പോൾ കയ്യിൽ കയറിയ കടലാസുള്ള കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ചെയ്ത ആരായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ ഞാൻ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ നടക്കുന്ന കാര്യങ്ങളൊന്നും മാച്ചാകുന്നില്ലല്ലോ. എന്തൊക്കെയോ അവ്യക്തതകൾ എൻ്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ രാജതന്ത്രിയുടെ പങ്കെന്തായിരിക്കും? കരിക്കോത്തിയമ്മേ, എന്റെ മോളുടെ അസുഖം പെട്ടെന്ന് മാറ്റിത്തരണേ. അതിനെനിക്ക് എന്തു പറ്റി അമ്മേ? എന്തിനാ അമ്മ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കുന്നേ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. മോൾ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നാ മതി. പക്ഷെ സമാധാനമൊന്നും തോന്നുന്നില്ല അമ്മേ. ചിലപ്പോ തോന്നും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതുപോലെ എനിക്ക് ഓർമ്മയില്ല അമ്മേ. അല്ല, ഞാൻ ഇന്നലെ എപ്പോഴാ വന്നത്? ആ, അത് നേരത്തെ പറഞ്ഞതല്ലേ, രാജാവ് സാറാ നിന്നെ കൊണ്ടുവന്നെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ നിനക്ക് ഇപ്പോഴും ബോധം തെളിയാത്ത മട്ടാണല്ലോ. നോക്കുമോളെ, നീ ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ നിൽക്കണ്ട. അതെല്ലാം കഴിഞ്ഞു, മറന്നേക്ക് നീ. ഇവിടെ ആരുമില്ലേ? ചേടാ, അതാരാ ഈ നേരത്ത്? അമ്മേ, അത് രവി സാറിന്റെ ശബ്ദ. സാറ് വന്നു എന്നെ കാണാൻ.
നമസ്കാരം സാർ. ഓ നമസ്കാരം നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മിക്ക്? എനിക്കൊരു കുഴപ്പമില്ല സർ, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. സാർ അകത്തേക്ക് കയറിയിരിക്കും, ഞാൻ ചായ ഉണ്ടാക്കാം. ഏയ് വേണമെന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അയ്യോ, വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല. സാർ കയറിയിരിക്കെ, ഞാനേ ഒരു കവർ പാല് വാങ്ങിച്ചിട്ട് ഇപ്പൊ വരാം. ഒരു 2 മിനിറ്റ്. സർ ഇരിക്കൂ സർ. ഇരിക്കണം സർ. സർ, ആ മുല്ലപ്പൂ സാറല്ലേ കൊണ്ടുവച്ചത്? അത് ഞാൻ തന്ന ചെടിയിൽ നിന്നും വിരിഞ്ഞ പൂക്കളാണല്ലേ? അമ്മ പോയിട്ട് വേണം അതൊന്ന് ചോദിക്കാൻ. ശ്രീ, നീ എന്തിനാ ഈ നൂലെടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്? ദേ എല്ലാം തറയിൽ കിടക്കായിരുന്നു. ദാ ഇതെല്ലാം എടുത്ത് അലമാരിൽ വെച്ചേക്ക്. സാറേ ഇപ്പൊ വരാമേ. എനിക്ക് കിട്ടിയ മഫ്ലറിൽ ഇതേ നൂലുകളായിരുന്നല്ലോ. പക്ഷേ എങ്ങനെ ചോദിക്കാൻ? ഒന്നും സംഭവിക്കാത്ത പോലെയാണല്ലോ ശ്രീലക്ഷ്മി ഇരിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് ശ്രീലക്ഷ്മി? ഹൗ ഡു യു ഫീൽ നൗ? ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് സർ. സാറ് തന്നെ സാറിന്റെ വിശേഷങ്ങൾ പറയേ. സാറ് വന്ന എക്സൈറ്റ്മെന്റിൽ എനിക്ക് വാക്കുകൾ കിട്ടാതിരിക്കാൻ ഞാൻ. അങ്ങനെ പറയാൻ വേണ്ടി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എനിക്ക്. അല്ല, ഇന്നലെ ശ്രീലക്ഷ്മി ഈ വീട്ടിൽ എത്ര മണിക്കാണ് തിരികെ എത്തിയത്? ഇന്നലെ വൈകിട്ട് കൃത്യമായ സമയം ഓർമ്മയില്ല സർ, പക്ഷെ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഓ, ലേറ്റ് ആയോ? അതെന്ത് പറ്റി? അത് ഓഫീസിൽ ഇന്നലെ ജോലി ഇല്ലായിരുന്നോ? ആ മൂർത്തി സാറിന് പഴയ ഫയലുകൾ കണ്ടുപിടിച്ചു കൊടുക്കലായിരുന്നു പ്രധാന പണി. ആ മുറി മുഴുവൻ പൊടിയാ. ഇടയ്ക്ക് തുമ്മി തുമ്മി എനിക്ക് വയ്യാതായത്. അല്ല ശ്രീലക്ഷ്മി, താൻ ഇന്നലെ രാത്രി എൻ്റെ വീടിന് മുമ്പിൽ വന്നിരുന്നു. സാറിന്റെ വീട്ടിന് മുമ്പിലോ? അയ്യോ സോറി സർ. സാർ ഇന്നലെ റിക്വയർമെന്റ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, വരാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി സർ, സോറി. അപ്പോ താൻ സത്യമായിട്ടും വന്നില്ല അവിടെ? സത്യമായിട്ടും വന്നില്ല സർ. അതിനെനിക്ക് സാറിന്റെ വീട് അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വരും അവിടെ? തെളിവുകളെല്ലാം എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും ഇവൾ വീട്ടിൽ വന്നിട്ടേ ഇല്ലെന്നാണല്ലോ പറയുന്നത്. അരുഷോ, താൻ ഇന്നലെ വീട്ടിൽ വന്നില്ലല്ലോ അല്ലേ? എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാനെന്താ കള്ളം പറയാന്ന് കരുതുന്നുണ്ടോ? സാറിന് എന്താ എന്നെ സംശയമാണോ? ഇല്ലില്ല, സോറി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരിയപ്പോ കാണാം നമുക്ക്. അതെ, തൻ്റെ അമ്മേനെ പാല് വാങ്ങി കാച്ചി ചായ ഇട്ട് കുടിക്കാനുള്ള സമയമില്ല എനിക്ക്. അതിന് പിന്നീട് ഒരിക്കൽ വരാം. കുറെ ചായയും കാപ്പിയും കുടിച്ചതല്ലേ ഇവിടുത്തെ, ഇതും കുടിച്ചു എന്ന് കരുതിയാൽ മതിയെന്ന് പറയും. ഐ ആം ലിറ്റിൽ ബിറ്റ് ബിസി ലക്ഷ്മി. പോയിട്ട് വരാം. ബൈ.
ഷോ, എന്തൊരു കഷ്ട. ആ മുല്ലപ്പൂവിനെ കുറിച്ച് ചോദിക്കാനേ പറ്റിയില്ലല്ലോ. എനിക്ക് കിട്ടിയ മുല്ലപ്പൂക്കള് രവിസാർ കൊണ്ടുവന്നതാണോ? അതോ ഇനി ആ നന്ദനോ മറ്റോ വാങ്ങി വന്നിട്ടുണ്ടോ എന്തോ? ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നീ ആ മഫ്ലർ രവിസാറിന് കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ നിനക്ക്? ഇല്ല എന്നല്ല പറഞ്ഞത്. പിന്നെയും ചോദിക്കുന്നത് എന്തിനാ? ഞാൻ അന്നത് സാറിന് കൊടുത്ത ഒരു ഓർമ്മ എനിക്കില്ല. ശരി ശരി, അത് പോട്ടെ. ആ മുല്ലപ്പൂ കൊണ്ടുവന്നത് രവിസാറാണെന്ന് നീ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റിയെങ്കിലും കാണാൻ വന്നപ്പോ സാറിനോട് ചോദിക്കായിരുന്നു നിനക്ക്. പറ്റിയില്ലടി, പ്രതീക്ഷിക്കാത്ത വരവായിരുന്നു സാറിന്റെ. എന്ത് പ്രതീക്ഷിക്കാത്തതാണെങ്കിലും നിന്നെ കാണാൻ വന്നിരുന്ന സ്ഥിതിക്ക് നീ നിന്റെ മനസ്സിലുള്ള സംശയം ചോദിച്ച് ക്ലിയർ ചെയ്യണമായിരുന്നു. യു മിസ്ഡ് എ ചാൻസ്. നിനക്ക് എന്റെ വിഷമം എന്താ കൃഷ്ണ മനസ്സിലാവാത്തത്? എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നിരിക്കണം, അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. നിനക്കറിയില്ല, സാറ് വന്നെന്റെ മുമ്പിൽ അങ്ങനെ നിന്നപ്പോ എന്റെ മനസ്സങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. ഒരു വാക്ക് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഓ, നീ ഇങ്ങനെ പല ന്യായവും പറയും, കേക്കണ്ടേ എനിക്ക്? എന്ന് പറഞ്ഞ നീ എന്താടി എന്നെ ആശ്വസിപ്പിക്കാൻ വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ? എന്തിനാ നീ വന്നത്? സോറി, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നോക്ക് ശ്രീ, നീ ഇങ്ങനെ ഇരുന്ന നിന്റെ സംശയങ്ങൾക്കൊന്നും മറുപടി കിട്ടില്ല ഒരിക്കലും. അറ്റ്ലീസ്റ്റ് നിനക്ക് ഫോൺ വിളിച്ചെങ്കിലും സാറിനോട് ചോദിക്കായിരുന്നു നിന്റെ മനസ്സിലുള്ള കാര്യം. ഞാൻ ഫോൺ വിളിച്ചിരുന്നു, പക്ഷെ അപ്പൊ സാർ എടുത്തില്ല. ചിലപ്പോ അന്നേരം എന്നോട് ദേഷ്യമായിരുന്നിരിക്കും. പക്ഷെ അതിനു മുമ്പ് സാറിനെ വിളിച്ചപ്പോ ദേഷ്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ചില സമയങ്ങളിൽ സാറിന്റെ പെരുമാറ്റം കണ്ട ഒന്നും മനസ്സിലാവില്ലടി, എന്ത് ചെയ്യാനാ? നീയും ആള് മോശമല്ലല്ലോ. ചില നേരത്ത് നിന്റെ പെരുമാറ്റം സാറിനെ വിഷമിപ്പിക്കുന്നുണ്ടാവും. ആർക്കറിയാം അതൊക്കെ. ഏയ്, സാറിന് മനസ്സിലാകാത്ത പോലെ ഞാനൊന്നും പെരുമാറിയിട്ടില്ലടി. സാറാ പലപ്പോഴും അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഏറ്റവും അവസാനം മുല്ലച്ചെടിയിൽ പൂക്കൾ വിരിയുമ്പോ ആ പൂക്കളുമായി വന്ന് സാറിന്റെ മനസ്സിലുള്ളത് എന്നോട് പറയാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അതിനുള്ള നീക്കൊന്നും ഞാൻ കണ്ടില്ല. വാസ്തവത്തിൽ സാറിന്റെ മനസ്സിലുള്ളത് എന്താന്ന് നിനക്കറിയാവോ? ഇല്ല, എന്നോട് ഇഷ്ടമാണെന്നും അല്ലെന്നും സാറിന് പറയാം. അല്ലെന്നാണ് സാറ് പറയുന്നതെങ്കിൽ ഏയ് ശ്രീ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ് കുഴപ്പിക്കല്ലേ. എന്തായാലും നാളെ നീ ഓഫീസിൽ പോണം. നേരിട്ട് സാറിനെ കാണണം, നേരിട്ട് ചോദിക്കണം സാറിനോട്. എല്ലാം ശരിയാവും. ശരിയാക്കി തരും നിന്റെ കരിക്കോത്തി അമ്മ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാ മതി. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. ആളങ്ങ് ഉഷാറായല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആർ യു ഓക്കെ? പെർഫെക്റ്റ്, ഒരു കുഴപ്പമില്ല. എല്ലാരും എത്തിയില്ല ഇതുവരെ? ഇല്ല, എത്തുന്നേ ഉള്ളൂ. രവർമൻ സാറോ? അറിയില്ല. രാവിലെ കൺട്രോൾ റൂമിൽ എന്തൊക്കെയോ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. സാന്ദ്ര മാഡം നജീബിക്ക് ഫയലുകൾ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ആ, എന്നാ ഇനി പൂരം തന്നെ.
സാറ് വന്നിട്ടുണ്ടായിരിക്കും. ഒരു ഫയലും എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ക്യാബിനിലേക്ക് വെറുതെ കയറി ചെന്നാലോ? ഷേ, അത് ചിലപ്പോ പ്രശ്നമാവും. സാന്ദ്ര മാഡം അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കുറച്ച് കഴിയട്ടെ. എനിക്ക് മാത്രം എന്തുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? രവിവർമ്മൻ സാറിന് കൊടുക്കാൻ കൊണ്ടുവന്ന മഫ്ലർ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുപോലെ തന്നെയാ മുല്ലപ്പൂവിന്റെ കാര്യം. എന്റെ ബാഗിൽ അത് എങ്ങനെയാ വന്നത്? രവിവർമ്മൻ സാർ എന്നെ കൊണ്ടുവച്ചതായിരിക്കോ? സാറിനോട് നേരിട്ടത് ചോദിക്കുന്നത് വരെ ഒരു മനസ്സമാധാനവും കിട്ടില്ല. ഇന്ന് എന്തായാലും സാറിനോട് അത് ചോദിക്കണം. ചോദിച്ചേ പറ്റൂ.